ഒരു പണ്ഡിതനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പഴിചാരരുത്. ഒരു സാധാരണക്കാരനാണ് ആത്മഹത്യ ചെയ്തതെങ്കിലും അവനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് പാപമാണോ? അത് പാപം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അള്ളാഹുവിന്റെ റഹ്മത്തിലോട്ട് കടന്നു പോകുന്ന അവസാന നിമിഷം ആത്മഹത്യയായതിന്റെ പേരിൽ ഒരു മനുഷ്യനെയും ഒരു മുസ്ലിമിനെയും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവഗണന വരുമായിരുന്നെങ്കിൽ മയ്യിത്ത് നിസ്കാരം പിന്നെന്തിനാടോ മനുഷ്യ? അവഗണനയില്ല. അതിന്റെ തീരുമാനമെടുക്കേണ്ടത് പടച്ചവനാ. പ്രിയപ്പെട്ട അഷ്റഫ് മാലികി ഉസ്താദ്, അദ്ദേഹം മരണപ്പെട്ടിട്ട് അധിക ദിവസമായില്ലല്ലോ. കുരുന്ന് മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതനോ, ആ മനുഷ്യനും റഹ്മത്തിലോട്ട് യാത്രയായത് ആത്മഹത്യയിലൂടെയാകുമ്പോ അതിന്റെ അധികാരം ഏറ്റെടുക്കേണ്ടത് പടച്ചവനാണ്, ഞാനല്ല, നീയല്ല. നമ്മളാരും അതിന്റെ അധികാരം ഏറ്റെടുക്കേണ്ടതില്ല. പുറത്തു കൊടുക്കുന്നവൻ റബ്ബാണ്. അള്ളാഹുവിന്റെ പൊറുക്കലിനെ നീ ചോദ്യം ചെയ്യേണ്ടതില്ല. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥകൾ മാറി മറിയുന്നത് ഒരാൾക്കും നിർവചിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അറിയുമല്ലോ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു എന്ന അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഹിജ്റ നടത്തിയ സ്വഹാബി തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ചെറിയൊരു സ്വഹാബിയല്ല, മുഹാജിറായ സ്വഹാബിയത്രേ. ആ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തന്റെ ഗോത്രത്തിൽ നിന്ന്, ദൗസ് ഗോത്രത്തിൽ നിന്ന് കടന്നുപോയ മറ്റൊരു സ്വഹാബി. ഇത് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ആധികാരികതയുള്ള ഹദീസാണ്. ആ ചരിത്രമെന്ന് വിലയിരുത്ത സഹോദരങ്ങളെ, ആ തുഫൈൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചേർന്നിരുന്ന തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ആ സ്വഹാബിയുടെ പേര് ആ ഹദീസിൽ രേഖപ്പെടുത്തുന്നില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു സ്വഹാബി ഹിജ്റ നടത്തിയിട്ട് മദീനയുടെ മണ്ണിലെത്തുമ്പോ കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഘട്ടത്തില്, അന്യദേശത്തിന്റെ കാലാവസ്ഥകൾ പ്രതികൂലമായപ്പോ രോഗാതുരനായി മാറിയ തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സ്വഹാബി, ആ മനുഷ്യൻ വേദന സഹിക്കാതെ വരുമ്പോ, രോഗം മൂർച്ഛിക്കുമ്പോ, വല്ലാതെ രോഗിയായി അവശതയിൽ നിന്ന് അവശതയിലേക്ക്, അതിൽ നിന്ന് വീണ്ടും അവശതയിലോട്ട് കടന്നുപോയിട്ട് വേദന സഹിക്കാതെ വരുമ്പോ, ആ രോഗത്തിന്റെ ദുരിതങ്ങൾ സഹിക്കാതെ വന്നപ്പോ, അതിന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ താങ്ങാനാകാതെ വരുമ്പോ, അവസാന നിമിഷം മനസ്സിന്റെ താളം തെറ്റിയിട്ടോ, മനസ്സിന്റെ സമനില തെറ്റിയിട്ടോ, ഹൃദയത്തിന്റെ പിടിവിട്ടു പോയിട്ടോ, തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പെടുത്തിട്ട് ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് ഹദീസിന്റെ കിതാബ് തന്നെ ചരിത്രത്തെ വിവരിക്ക്. കാലം കുറെ കഴിഞ്ഞിട്ട് തുഫൈൽ റളിയല്ലാഹു തആല അൻഹു ഈ തന്റെ സുഹൃത്തിനെ സ്വപ്നത്തിൽ കാണുകയാണ്. ഏറ്റവും നല്ല രൂപത്തില്, ഏറ്റവും വശ്യസുന്ദരമായ രൂപത്തിൽ തന്റെ ആത്മഹത്യ ചെയ്ത കൂട്ടുകാരനായ സ്വഹാബിയെ തുഫൈൽ റളിയല്ലാഹു അൻഹു കാണുകയാ. തുഫൈൽ തങ്ങൾ ചോദിക്കുന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്താ നിന്റെ അവസ്ഥ? സ്വപ്നത്തിലെ സംഭാഷണമാണ്, ആരെങ്കിലും കണ്ടൊരു സ്വപ്നമല്ല. ഇത് തുഫൈൽ റളിയല്ലാഹു അൻഹു എന്ന മുഹാജിറായ സ്വഹാബി കണ്ട സ്വപ്നമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് എത്തപ്പെട്ട ഒരു സംഭവമാണ്. മുത്തുനബി തങ്ങൾ ഇടപെട്ട ഒരു സംഭവമാണ്. തുഫൈൽ റളിയല്ലാഹു തആല അൻഹു വിശേഷങ്ങൾ ആരായുമ്പോ, അല്ലാഹു എനിക്ക് പുറത്തു തന്നു. എന്റെ ഹിജ്റ ലോകത്തെ ഏറ്റവും വലിയ പുണ്യമാർന്ന കർമ്മമായിരുന്നല്ലോ ഹിജ്റ എന്ന് പറയുന്നത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗം സഹിച്ചിട്ട് ഒരു ജനത തങ്ങളുടെ നാടും നഗരവും വിട്ടു, തങ്ങളുടെ സ്വത്തുവകകൾ ഉപേക്ഷിച്ചു, ജീവിതത്തിന്റെ സിംഹഭാഗവും പണിയെടുത്തുണ്ടാക്കിയ സർവ്വതും ദീനിനു വേണ്ടി എവിടെയോ ഉപേക്ഷിച്ചിട്ട് അള്ളാന്റെ പ്രവാചകന്റെ നിഴലിനെ പിന്തുടർന്ന് പോയവരല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇബാദത്ത് ചെയ്തവരല്ലേ? അള്ളാഹുവിന്റെ ദർബാറിൽ തട്ടിയ ഒരു കർമ്മം നിർവഹിച്ചവരാ മുഹാജിറുകള്, ഹിജ്റ പോയവരെങ്കില്. ആ ഹിജ്റയുടെ മഹത്വം കൊണ്ട്, ഹിജ്റ നടത്തി എന്ന കാരണം കൊണ്ട്, അതിന്റെ നന്മ കൊണ്ട് പടച്ച തമ്പുരാൻ എനിക്ക് പുറത്തു തന്നു. എന്റെ പടച്ച തമ്പുരാൻ എനിക്ക് പുറത്തു തന്നു.
തുഫൈൽ തങ്ങൾ നോക്കുമ്പോ ആ സ്വഹാബിയുടെ കൈ മൂടി വെച്ചിരിക്കുകയാണ്, അത് മൂടി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ, കൈ ശരിയായില്ലേ എന്ന് ചോദിക്കുമ്പോ, ഇല്ല ഇല്ല ഇല്ല, കൈ മാത്രം ഇതേവരെ ശരിയായിട്ടില്ല. قيل لي لن نصلح منك ما أفسدتها. ഞാനൊരു അശരീരി കേട്ടിട്ടുണ്ട്, നീയായിട്ട് നശിപ്പിച്ചത് ഞാനായിട്ട് ശരിയാക്കി തരില്ല എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമായിട്ടൊരു വിളിയാളം ഞാൻ കേട്ടു എന്ന് ആ മഹാനായ സ്വഹാബി മറുപടി പറയുമ്പോ, ഈ സംഭവം പിറ്റേന്ന് രാവിലെ, ഈ സംഭവം പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടരെ തുഫൈൽ തങ്ങൾ അള്ളാന്റെ റസൂലിന്റെ സമക്ഷത്തിൽ അവതരിപ്പിക്കുകയാ, അള്ളാന്റെ റസൂലിന്റെ സമക്ഷത്തിൽ അവതരിപ്പിക്കുകയാണ്. കൈ മാത്രമേ ശരിയായിട്ടില്ല നബിയേ, അള്ളാഹു ആ ഒരു ഭാഗത്തിന് ഇതുവരെയും പുറത്തു കൊടുത്തിട്ടില്ല. ഉടനെ അള്ളാന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കരങ്ങൾ ഉയർത്തിയിട്ടു, അല്ലാഹുമ്മ വലിയദൈഹി ഫഗ്ഫിറൂ, അല്ലാഹുമ്മ വലിയദൈഹി ഫഗ്ഫിറൂ. തുഫൈലിന്റെ കൂട്ടുകാരനായ എന്റെ പ്രിയപ്പെട്ട സ്വഹാബി, അല്ലാഹുവേ ആ സ്വഹാബിയുടെ കരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആത്മഹത്യയിലോട്ട് കടന്നുപോയത് ആ ഭാഗം കൊണ്ടാണ്, ആ ഭാഗം നീ പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ നീ അതീ നിമിഷത്തിൽ പുറത്തു കൊടുക്കണേ പടച്ചവരെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ ദുആ ചെയ്യുമ്പോ, ഖൽബിന്റെ നിയന്ത്രണങ്ങൾ നമ്മുടെ കയ്യിലല്ല, ഖൽബിന്റെ പരമാധികാരി പടച്ചറപ്പാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ തേടിയത്, സബ്ബിത്ത് ഖൽബി, മാറി മറിയാൻ സാധ്യതയുള്ള ഹൃദയത്തിനെ പിടിച്ചു നിർത്തി തരണേ അല്ലാ. മനുഷ്യന്റെ മാനസിക വ്യവഹാരങ്ങളെ നമുക്കൊരിക്കലും ചിന്തിച്ച് മനസ്സിലാക്കാനോ പഠിച്ചറിയാനോ കഴിയില്ലടോ. അള്ളാന്റെ പ്രവാചകർ പോലും ദുആരെന്ന ദുആ അങ്ങനെയാണെങ്കിലോ പ്രിയപ്പെട്ട അഷ്റഫ് മാലിക്കിയെ നമ്മൾ കുറ്റം പറയണ്ട.